സമൂഹത്തിന്റെ മുന്നിൽ കൊണ്ടുവന്നത് തന്നെയാണ് ഇങ്ങനെ പരസ്പരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും? കേട്ടോണ്ടിരിക്കുന്നല്ലാതെ. ഞാൻ മായ എൻ്റെ വലിയ സുഹൃത്താണ്. ഞാൻ പറയാം, മായ പറഞ്ഞില്ലേ സിനിമയിൽ രാഷ്ട്രീയവും മതവും പാടില്ല എന്ന്. മതം പാടില്ല, രാഷ്ട്രീയം പാടില്ല എന്ന് എങ്ങനെ പറയും? മായ വോട്ട് ചെയ്തിട്ടില്ലേ? 18 വയസ്സിൽ ആദ്യത്തെ വോട്ട് ചെയ്യുമ്പോൾ അവരുടെ മനസ്സിലൊരു രാഷ്ട്രീയമുണ്ട്. അതൊരു കുറ്റമായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. ഒരു മിനിറ്റ് വിനിപ്പിച്ചേട്ടാ. ഞാൻ പറഞ്ഞ രാഷ്ട്രീയം ഇതിന് സംഘടനയ്ക്കകത്ത് കൊണ്ടുവരലെന്ന്. വ്യക്തിപരമായി ആർക്കും എന്ത് രാഷ്ട്രീയം ആവാം. ഒരു സംഘടനയ്ക്കകത്ത് ഒരു ഓർഗനൈസേഷൻ, അതാണ് ഞാൻ പറഞ്ഞത്. അത് കേട്ടിട്ട് മനസ്സിലാക്കും. പല രാഷ്ട്രീയ പാർട്ടികളിലും വിശ്വസിക്കുന്നവരുണ്ട് ഈ സംഘടനയിൽ. പക്ഷേ BJP ഈ സംഘടനയെ ഹൈജാക്ക് ചെയ്യുന്നു എന്നുള്ള കാര്യം ഉന്നയിച്ചത് മാലാ പാർവതിയെ പോലെയുള്ള ആളുകളാണ്. തെളിവുകൾ അവരുടെ കയ്യിലുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, പിഷാരടി കോൺഗ്രസ് ആണെന്ന് എല്ലാവർക്കും അറിയാം. ഗണേശന്റെ രാഷ്ട്രീയം അറിയാം, മമ്മൂക്കയുടെ രാഷ്ട്രീയം അറിയാം, നമ്മുടെ ജയറാമിന്റെ രാഷ്ട്രീയം അറിയാം, സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയം അറിയാം. എന്തുകൊണ്ട് ശ്വേതയ്ക്ക് BJP-കാരി ആയിക്കൂടാ? അതെന്താ ഇവർ അതിനൊരു മറുപടി പറയാൻ? സംഘടനയെ ഹൈജാക്ക് ചെയ്തു എന്നാണ്. ഹൈജാക്ക് ചെയ്തെങ്കിൽ ആ സംഘടന ശുഷ്കം. ഒരു BJP BJP-യുടെ പവർ നോക്ക്. BJP-ക്ക് ഇതിന്റെ പുറകെ ഞാനൊക്കെ BJP-യിലോട്ട് പോയത് എങ്ങനെ? ആരും നമ്മളെ ക്ഷണിച്ചിട്ടൊന്നുമല്ല. രാഷ്ട്രത്തോടുള്ള സ്നേഹവും മോദിജിയോടുള്ള ഇതും കൊണ്ട് തന്നെയാണ് ഞങ്ങളൊക്കെ വന്നത്. ഇത് ഡെയിലി ഒഴുകിക്കൊണ്ടിരിക്കുകയല്ലേ. കമ്മ്യൂണിസ്റ്റിൽ നിന്ന് പോലും എത്രയോ പേര് ഡെയിലി ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. BJP-ക്ക് പണം കൊടുത്ത് വാങ്ങിക്കത്ത കൊണ്ടാണ് ഇപ്പം മമ്മൂക്ക, മോഹൻലാൽ, സുരേഷ് ഗോപി, ജയറാം ഇതുപോലുള്ളവർ പോയിട്ട്. ലേറ്റസ്റ്റ് പ്രശ്നം അമ്മയിൽ ഇതാണ്. അതാണല്ലോ സുരേഷ് BJP നേതാവ് വാർത്താ സമ്മേളനം നടത്തി പറയുകയും ചെയ്തത്. മാലാ പാർവതി പറഞ്ഞ കാര്യവും ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള കാര്യമാണ്. ഈ BJP-കാർക്ക് എന്താണ് ഈ സംഘടന കാലിബറില്ല എന്നല്ലേ അർത്ഥം? BJP വിചാരിച്ച എല്ലാവരും കൂടെ അങ്ങോട്ട് പോകുമെങ്കിൽ ആ സംഘടന പിരിച്ചുവിടൂ, നേരത്തെ പറഞ്ഞ പോലെ. എന്നിട്ട് വീണ്ടും ഒന്നുകൂടെ വേണമെങ്കിൽ തുടങ്ങും, രണ്ടാനമ്മ എന്ന് വേണമെങ്കിൽ പേരിടൂ. എന്തോ നീ കാണിക്കുന്നത്? BJP-ക്ക് ഇതാണോ നേരം? ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങൾ ഭരിക്കുന്നു, ഓരോ ദിവസവും പിരിച്ചുവിടാനൊക്കെ പറയാൻ എളുപ്പമാണ്. അല്ല, മായാണ് നേരത്തെ പറഞ്ഞേ. ഇവിടെ ഞാൻ വരുമ്പോൾ ഞാൻ ഓൺ ദ വേയിലായിരുന്നു. കാറിനടുത്ത് കേൾക്കുമ്പോൾ മായ പറഞ്ഞതാണ് ഞാൻ ഫസ്റ്റ് കേൾക്കുന്നത്. അല്ല, ഞാൻ പറഞ്ഞില്ലല്ലോ, പിരിച്ചുവിടാൻ പറഞ്ഞില്ല. ഞാൻ സംഘടനയെ പിരിച്ചുവിടാൻ പറഞ്ഞില്ല. ഇല്ലാത്ത കാര്യങ്ങൾ എന്റെ തലയിൽ ചുമത്തല്ല വിനിച്ചേട്ടാ. അതിനൊരു മിടുക്കനാണ് മാനിപ്പുലേറ്റ് ചെയ്യാൻ. വിനിച്ചേട്ടൻ ഇത്ര മാത്രം. ഞാൻ എന്താ പറഞ്ഞത്? ഈ കമ്മിറ്റിയെ പിരിച്ചുവിട്ടിട്ട് പുതിയ കമ്മിറ്റിയെ എടുക്കാനാണ് പറഞ്ഞത്. അല്ലല്ല, മായ പറഞ്ഞ ഒരു റീ ഇലക്ഷൻ വെക്കുക അല്ലേ? സംഘടന ഇല്ലാത്ത കാര്യങ്ങൾ ചേട്ടൻ പറയല്ലേ. റീ ഇലക്ഷൻ വെച്ച് കഴിഞ്ഞാൽ ഈ പ്രശ്നം തീരുന്നു മായ്ക്ക് തോന്നുന്നു. റീ ഇലക്ഷൻ ആണ് ഞാൻ പറഞ്ഞത്. ശരി, ആണെങ്കിൽ ഈ പ്രശ്നം തീരുന്നു തോന്നുന്നുണ്ടോ? അത്രയ്ക്ക് രൂക്ഷമായി കഴിഞ്ഞു. അത് തുടങ്ങിയാലല്ലേ, റീ ഇലക്ഷൻ വന്നാലല്ലേ അറിയാൻ പറ്റുള്ളൂ. നമുക്ക് മുൻകൂട്ടി പറയാം. ഞാനും കൂടെ നിൽക്കാന്ന് ശ്വേത പറഞ്ഞു. അങ്ങനെ പറഞ്ഞുടനെ കൊണ്ട് ഇരുത്തുകയാണ് ചെയ്തത്. നിങ്ങൾ വോട്ട് ചെയ്ത് സെലക്ട് ചെയ്തെടുത്തല്ലേ അവരെ? അങ്ങനെയല്ല. അയ്യോ, ഞാൻ ഈ പറയാത്ത കാര്യങ്ങൾ എന്തിനാ പറയണേ? എന്റെ പൊന്ന് വിനിച്ചേട്ട, ഒന്നെങ്കിൽ ആ മൈക്ക് നേരെ കേൾക്കൂ. ലാലേട്ടൻ മത്സരിക്കാൻ നിൽക്കുകയാണെങ്കിലും ഞാൻ ലാലേട്ടനെതിരായിട്ട് പ്രസിഡന്റ് സ്ഥാനത്ത് മത്സരിക്കും. എനിക്ക് അടുത്ത പ്രാവശ്യം പ്രസിഡന്റ് ആവണം. ഈ പറയാത്ത കാര്യങ്ങൾ ഇത് ഞാൻ മാനിപ്പുലേറ്റ് ചെയ്യണ എനിക്ക് ഇഷ്ടമല്ല. ലാലേട്ടൻ മത്സരിക്കാൻ നിന്നില്ലല്ലോ. അങ്ങനെ പറഞ്ഞ അവരെ നിങ്ങൾ ആകെ 2 പേരുണ്ടായിരുന്നു. ഞാൻ പറയട്ടെ, ഒരു മിനിറ്റ്. ഓക്കെ, അതിനില്ല, ഞാൻ പറയുന്നില്ലല്ലോ. ഞാൻ എന്താ പറയുന്നത്? അതിന് മുന്നേ ഒരു സഹതാപ ഡ്രാമ ഇവിടെ നടന്നിട്ടുണ്ട്. അത് നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോ? സഹതാപ ഡ്രാമ. ഇപ്പൊ എവിടെയാണ് ആ മാർട്ടിൻ? അന്ന് വിനിച്ചേട്ടനും ഉണ്ടായിരുന്നല്ലോ എൻ്റെ കൂടെ ഒരു ചർച്ചയ്ക്ക് ഒരു ചാനലില്. ആ മാർട്ടിൻ എവിടെ? ആ മാർട്ടിനെതിരെ 3 കോടി രൂപ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു. എവിടെ കേസ് കൊടുത്തു? എവിടെ? 17 വോട്ടിനാണ് ശ്വേത ചേച്ചി ദേവൻ ചേട്ടനിൽ നിന്ന് കൂടുതലായി. എന്തിനാണ് ജഗദീഷ് ചേട്ടൻ അമ്മ ജനാധിപത്യത്തിൽ നിങ്ങൾ വോട്ട് ചെയ്തെടുത്തതാണോ? കുറുക്കുവഴിയിൽ കയറിയതാണോ? അല്ല, മായ വോട്ട് ചെയ്തില്ലായിരിക്കാം. പക്ഷെ ഇല്ലാന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ വോട്ട്. പക്ഷെ അവരെന്തിനാണ്? അല്ല, ഒരു മിനിറ്റ് വിനിച്ചേട്ടാ, ഒരു മിനിറ്റ്. അവരിത് വോട്ട് ചെയ്തിട്ട് അവരെന്താ പറയണ? ഐ ആം ദി പ്രസിഡന്റ്. ഐ ആം ദി പ്രസിഡന്റ് ആവണമെങ്കിൽ ബാക്കി അംഗങ്ങൾ വോട്ടിടാതെ അവരെ ജയിപ്പിക്കാതെ അവര് പറയണം. പക്ഷെ ആ കസേര മാനിക്കണം, ആ വോട്ട് ചെയ്ത അംഗങ്ങളെ മാനിക്കണം. അല്ലാതെ വൺ മാൻ ഷോ അല്ല ചെയ്യേണ്ടത്. വോട്ട് ചെയ്തല്ലേ പ്രസിഡന്റ് ആവേണ്ടത്? വോട്ട് ചെയ്യാതെയാണ്? എനിക്കറിയില്ല. ഞാൻ പറയുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞില്ല അവര് ഒരു അല്ലല്ലോ ഒരു പക്ഷെ അവര് സംസാരിച്ചത് എൻ്റെ അടുത്ത് ഇടയ്ക്കൊരു ഫോൺ ചെയ്തത് എനിക്ക് വോട്ടിടാതെയാണ് ഞാൻ ഇവിടെ ആയതെന്ന്. അപ്പൊ ഞാൻ ചേച്ചി എന്തൊക്കെയാ സംസാരിക്കുന്നത്? ചേച്ചിക്ക് വോട്ടിട്ടുകൊണ്ടാണ് ചേച്ചി പ്രസിഡന്റ് കസേരയിൽ ഇരിക്കുന്നത്. അല്ല, ഞാൻ പറഞ്ഞത് എന്റെ പൊന്നു ചേട്ടാ, ഞാൻ പറയണ ഒന്ന് കേൾക്കുന്നുണ്ട്, പറയൂ.
ഇല്ല, ഞാൻ പറയുന്നത് എന്താണ് ചേട്ടാ, അവരൊരു പ്രസിഡന്റ് കസേരയിൽ ഇരുന്നു. ആ കസേരയിൽ ഇരിക്കുമ്പോൾ ആ കസേരയുടെ റെസ്പെക്ട്, ഇതിന് മുന്നേ ഇരുന്ന പ്രസിഡന്റുമാരുണ്ട്, അവരെങ്ങനെയാണ്? ശരിയാണ്, ഒരു ശ്വേതാ മേനോൻ എന്ന് പറയുന്ന വ്യക്തി അമ്മയുടെ പ്രസിഡന്റായി. ആ കസേരയ്ക്ക് ഒരു വാല്യൂ കൊടുക്കണം. ഞാനൊരു സ്ഥാനത്ത് വഹിക്കുകയാണ്. ആ സ്ഥാനത്ത് വരുമ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടാവും, പലതും കേൾക്കേണ്ടി വരും. ഞാൻ എല്ലാവരെയും കൂട്ടി യോജിപ്പിക്കണം. പണ്ട് ഇന്നസെന്റ് അങ്ങൾ അങ്ങനെയായിരുന്നു, പലതും അവിടെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ആരും അറിഞ്ഞിട്ടില്ല, അംഗങ്ങളായി നമ്മൾ പോലും പലതും അറിഞ്ഞിട്ടില്ല. പിന്നെയാണ് നമ്മൾ പലതും അറിഞ്ഞിട്ടുള്ളത്. ഒരു ഗ്രൂപ്പിനെ യോജിപ്പിച്ച് കൊണ്ടുപോകേണ്ട അച്ചടക്ക, ഇതിന്റെ മെയിൻ എന്ന് പറഞ്ഞാൽ അച്ചടക്കില്ലായ്മ. ഈ 17 പേർക്കും തമ്മിൽ അച്ചടക്കമില്ലായ്മ, 17 പേർക്ക് പരസ്പര ബഹുമാനമില്ലായിരുന്നു, പരസ്പര സ്നേഹമില്ലായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ട് ചെളിവാരി എറിയായിരുന്നു 17 പേരും. അപ്പൊ എല്ലാവരെയും കൊണ്ട് യോജിപ്പിക്കാൻ പോകാൻ പറ്റിയില്ലെങ്കിൽ ആ പ്രസിഡന്റിന് എന്ത് ഇതാണ് ഉള്ളത്? അത് പറയൂ. എന്താണ് ആ പ്രസിഡന്റ് ചെയ്തത്? അവരെ ഒരു സ്പെഷ്യൽ ടോക്ക്, ഒരു പേഴ്സണൽ ടോക്കിനെ അവരെടുത്ത് വലിച്ചെഴുക്കി സമൂഹ മാധ്യമങ്ങളിൽ കൊണ്ട് കൊടുത്തിരിക്കുന്നത്. ചർച്ചയില്ലേ സാമ്പത്തിക തിരിമറി? അതവർക്ക് പ്രൂവ് ചെയ്യാൻ. ശരി, സാമ്പത്തിക ഇഷ്യൂ നടന്നപ്പം ഒരു മിനിറ്റ്, പിന്നെ എന്തിനാണ് അവർ അന്ന് സ്റ്റേജിൽ നിന്ന് ഞാൻ രാജിവെച്ചു, അങ്ങനത്തെ രാജിവെച്ചു, ഒരു പക്വതയില്ലായ്മ, അവർ സ്റ്റേജിൽ നിന്ന് ചാടി ഇറങ്ങി, ഞാൻ അങ്ങനത്തെ രാജിവെക്കുന്നു എന്ന് പറഞ്ഞ് അവർ ഇറങ്ങി വെടികൊണ്ട പന്നിയെ പോലെ ഇറങ്ങി. അതെന്തിനാണ്? അല്ലല്ല, അവര് നാഷണൽ, ഒരു മിനിറ്റ്, അവര് നാഷണൽ ചാനൽ, അതൊക്കെ നാഷണൽ ചാനൽ വരെ വിനോട് പറയട്ടെ, ഇത്ര വലിയ സാമ്പത്തിക ക്രമക്കേട് നടന്നിട്ടുണ്ടെങ്കിൽ അത് മറ്റൊരു രീതിയിൽ അന്വേഷിക്കപ്പെടേണ്ടതാണ് വിനു. അല്ല, അങ്ങനെ വെളിയിൽ ടോക്ക് വരുന്നു ആണെങ്കിൽ അത് അവർ പറയണല്ലോ, എനിക്ക് ഇതെല്ലാം കൂടെ ഒന്ന് തെളിയിച്ചിട്ട് ഇറങ്ങി പോകാൻ പറ്റില്ല, ഇല്ലെങ്കിൽ അവരെ കള്ളിയായിട്ട് പ്രഖ്യാപിക്കും. അല്ലല്ല, ഒരു മിനിറ്റ്, എന്തിനാണ് അവര് ഈ ഇലക്ഷൻ ആ ഒരു ട്രഷറിന്റെ അടുത്ത്, ശ്വേത ചേച്ചിയാണ് ട്രഷറിന്റെ അടുത്ത് പറഞ്ഞത്, 3 മാസം ലീവ് എടുത്ത് ജനറൽ ബോഡിയുടെ തലേ ദിവസം വരെ ലീവ് എടുത്ത് പുറത്തു പോകണമെന്ന് ഒരു ട്രഷറിന്റെ അടുത്ത് എന്തിനാണ് പറയുന്നത്? എന്തിനാണ്? ഒരു ട്രഷറി ഇല്ലെങ്കിൽ എങ്ങനെയാണ്? അപ്പൊ ജനറൽ സെക്രട്ടറി പ്രസിഡന്റും കൂടിയല്ല പിന്നെ ആ ട്രസ്റ്റിന്റെ കാര്യങ്ങൾ നോക്കേണ്ടത്. ആ സമയത്ത് എന്താണ് കൂടി അടിയാണ്. രാഹുൽ, എനിക്ക് തോന്നുന്നു ഇതൊരു അധോലോകമാണെന്ന് തോന്നുന്നു കേട്ടോ, ഈ അമ്മ എന്ന് പറയുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ സംഭവിക്കുന്നത്? കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.